ഹായ് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞേ. നമസ്കാരം പറയാം. ഇന്നലെ നമ്മൾ എന്തിനുണ്ട് പാച്ചോയ്ക്ക് ഇന്നലെ ഞാനൊരു വീഡിയോ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ അറിയാൻ 2-3 പേർ പറയട്ടെ ചോദിച്ചു എന്തിനാ ഈ ഫ്ലാറ്റിലെ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി ഇടുന്നത്. അത് കുത്തിപ്പൊക്കി ഇടുന്ന വെച്ചാൽ ഒരു 40-47 വയസ്സായത് എൻ്റെ ഈ കുഞ്ഞുമോനൊക്കെ അടിച്ചിട്ട് അതിൻ്റെ ആ വ്യക്തി 5 പേരുടെ അതിന് മുഖത്തുണ്ടാക്കിയത്. അത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്ന് അതിനുള്ള തുള്ളലും കൊണ്ട് പിന്നെ ഞാനതൊരു എവിടെ നിൽക്ക് അത് ഞാൻ ഇടുകയും ചെയ്ത്. അപ്പം അത് എന്തിനാന്നുള്ളൊക്കെ ചോദ്യം ഉണ്ടത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഓരോരുത്തരും ഇഷ്ടമുണ്ട്. ചിലർക്ക് പാട്ട് പാടാൻ കഴിവുണ്ടായിരിക്കും, ചിലർക്ക് ഡാൻസ് കളിക്കാൻ കഴിവുണ്ടായിരിക്കും, ചിലർക്ക് സംസാരിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടമുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വീഡിയോസിൽ കുറേ റീൽസിൽ കണ്ടിട്ടില്ലേ, ഹായ് ഗുയിസ് എന്ന് പറഞ്ഞു ഗൈസ് എന്ന് പറഞ്ഞു ഗുയിസ് എന്ന് പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ പാട്ട് അതിങ്ങനെ മനുഷ്യന്മാരെ ഒരുമാതിരി ആക്കണ പാട്ടുകളൊക്കെ ഉണ്ട്. അതുപോലത്തെ കാണിക്കാൻ അറിയണവർക്ക് ഇടാം, അല്ലാത്തവർക്ക് അറിയില്ല. ഇപ്പം എനിക്ക് അങ്ങനത്തെ വീഡിയോസ് അറിയില്ല, അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി ശ്രമിക്കാറില്ല. പിന്നെ ഈ ഒരു വേഷം ഞാൻ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ മേക്കപ്പ് ഇട്ടിട്ട് വീഡിയോസ് ചെയ്യണതിൽ വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. അത് പിന്നെയും പറയണം. കാരണം എന്താ പറയുക, ഫിൽറ്റർ ഇട്ട് ഇപ്പോൾ ഫോണിൽ കുറേ സംഭവങ്ങൾ ഫിൽറ്റർ ഇട്ട് പൊട്ടിട്ട് ഇവിടെ അങ്ങനെ ഭർത്താവ് എന്ന് കാണിക്കാൻ കുറേ ഇവിടെ സിന്ദൂരമൊക്കെ വാരിത്തേച്ച് അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് എനിക്ക് ലൈഫിൽ ഞാൻ പഠിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് അത് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കേസാണ്. പിന്നെ എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്തു. ഇന്നലെ അതെനിക്ക് എൻ്റെ കുഞ്ഞിനെ അത്രയും അടിച്ചു പൊട്ടിച്ചാൽ 2 വർത്താനം പറഞ്ഞു. അതിൻ്റെ പ്രതികരണം ഞാൻ വീഡിയോസിലൂടെ പറഞ്ഞു. അത് ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി, ഇഷ്ടമില്ലാത്തവർ കാണണ്ടാന്നേ ഒരു നിർബന്ധവും. അതിപ്പോൾ കണ്ടില്ല എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഞാനിവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ട്. അയ്യോ എൻ്റെ വീഡിയോസ് കണ്ടില്ല ഇല്ല, കാണണോര് ഇഷ്ടമുള്ളവർ കണ്ടാൽ മതിയെന്നേ. പിന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ ചില വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇഷ്ടംപോലെ കൂതറ തെറികളൊക്കെ പറയണ കേൾക്കുന്നുണ്ട്. അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ മറ്റവളെ എങ്ങനെ ചോദിച്ചാൽ അത്തുടരെന്നൊക്കെ വയ്ക്കുന്നു. ഞാനത് വായിച്ചിട്ട് ഞാനേക്ക് ദൈവം എന്തോരം തെറി പറയേണ്ട ഓരോരുത്തരെ അല്ലേ. അതൊക്കെ ഓരോരുത്തർ ഇപ്പം ആ തെറിയാക്കാൻ വേണ്ടിയിട്ട് അതുപോലത്തെ വീഡിയോസ് ഇടാൻ കഴിവുള്ള വ്യക്തികളുണ്ട്. എനിക്കിപ്പോൾ അങ്ങനെ എന്താ പറയുക വല്ല പിന്നെ നമ്മളുടെ വൈബ് അനുസരിച്ചുള്ള കൂടെയുള്ള ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഡാൻസ് കളിക്കുകയെ അല്ലെങ്കിൽ പാട്ട് പാടുക എന്തെങ്കിലുമൊക്കെ ഇടായിരുന്നു. ഇതിപ്പോൾ ഇവിടെ വൈബുള്ളവരാരും ഇല്ല. ഈ പറഞ്ഞ മാതിരി എല്ലാ റൂമിലുള്ള അടച്ചുപൂട്ടിയിരിക്കുന്ന ആൾക്കാരാണ്. ഒരു വൈബുള്ള ആൾക്കാരുണ്ടെങ്കിലല്ലേ നമുക്ക് അതുപോലെ ഡാൻസ് കളിക്കാൻ. പിന്നെ കുട്ടികളോട് കളിക്കണതൊക്കെ പറയുമ്പോൾ അപ്പം എൻ്റെ വീഡിയോസ് ഇന്നലത്തെ വീഡിയോസിൽ എനിക്ക് അതുപോലെ ഒരു മെസ്സേജ് പേഴ്സണൽ മെസ്സഞ്ചറിലെ കൂടെയാണ് ഈ വീഡിയോസ് എന്താ ഉദ്ദേശിക്കണതെന്ന് എന്താണ് ചോദിച്ചതിന് എനിക്കത് മനസ്സിലാവണില്ല. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശം എനിക്ക് ഇവിടെ നാട്ടുകാരെ നന്നാക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ കുഞ്ഞിനെ 47 വയസ്സായ ഒരുത്തൻ തല്ലിയപ്പോൾ അത് 5 വയസ്സായ കുഞ്ഞിനെ തല്ലിയപ്പോൾ ആ കുഞ്ഞിനെ തല്ലിയതും അല്ല അതിൻ്റെ കവളത്തതിൻ്റെ അവൻ്റെ 5 വിരൽ പതിച്ചുകൊണ്ട് ഒരു തള്ളയ്ക്കും ഒരു തള്ളമാർക്കും അല്ലെങ്കിൽ ഒരു അമ്മമാർക്കും ഇനിയിപ്പോൾ സഹിക്കില്ല. ആ സഹിക്കാത്തത് ഞാൻ വീഡിയോസിലൂടെ പറഞ്ഞു. പിന്നെ അപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ എന്തിനാ കുത്തിപ്പൊക്കിയില്ല. അപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ കുത്തിപ്പൊക്കിയില്ലാണ്ട് എനിക്കിവിടെ 10 പശുവൊന്നുമില്ല. അവറ്റുള്ള ചാണം വാരി ഞാൻ ആ കുഴിയിൽ കൊണ്ടിട്ടു, ആ കുഴി നിർത്തി ഞാൻ തിരിച്ച് അവിടെ കൊണ്ടിട്ടു എന്ന് പറയാനേ. ഇങ്ങോട്ട് 10 ഏക്കർ സ്ഥലവുമില്ല, ആകെ ഈ 4 ചുവരിൻ്റെ ഉള്ളോ. അത് ഇതിനുള്ളിൽ എനിക്ക് എൻ്റെ സന്തോഷങ്ങൾ. ഇനിയിപ്പോൾ ബാക്കി പണിയുണ്ടെന്ന് വെച്ചാൽ ബാക്കി ഇഷ്ടം പോലെ പണി. അവിടെ കുറേ ഡ്രസ്സ് മടക്കാൻ കിടക്കുന്നുണ്ട്, ആ റൂമിൽ കുറച്ച് ഡ്രസ്സ് മടക്കാൻ കിടക്കുന്നുണ്ട്, ഇവിടെ കുറച്ച് പാത്രം കഴുകാൻ കിടക്കുന്നുണ്ട്. ഇതൊക്കെ പണികൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ, അല്ലാണ്ട് വേറെ വിശേഷങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മേക്കപ്പ് ഇട്ട് വന്നിട്ട് പിന്നെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ഗോഷ്ടി കാണിച്ചിട്ടുള്ള പാട്ടുകളൊന്നും പാടാൻ എനിക്കറിയില്ല. അതിനോട്ട് ഞാൻ ശ്രമിക്കാറുമില്ല, എനിക്കങ്ങനെ വരുന്നില്ല. അത് ഓരോരുത്തരെ എന്താ പറയുക, അത് ചില ആൾക്കാർക്ക് പാട്ട് പാടാൻ അറിയുന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാർക്ക് ഡാൻസ് കളിക്കുന്ന ആൾക്കാർ അറിയണ്ടാണ്ട്, ചിലർക്ക് അതിൻ്റേതായ സ്റ്റൈലിൽ ചെയ്യാൻ അറിയണ്ടാവും. എനിക്കാണെങ്കിൽ ഈ ഫോണ് 10 പ്രാവശ്യം പൊട്ടിയതാണ്. 10 പ്രാവശ്യം പൊട്ടിയത് അത് നന്നാക്കി അതിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം അത് വേറെ പുതിയത് വാങ്ങിച്ചിട്ടില്ല, അതിൻ്റേതായ കുറേ മിസ്റ്റേക്കുകളുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി, ഇഷ്ടമില്ലാത്തവർ ഞാൻ ആരെയും എൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണും കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ആരും വിളിച്ച് പറയാറില്ല.
ഫേസ്ബുക്കിൽ കാണുന്നോട് കണ്ടോട്ടെ, ഇഷ്ടമായി കാണുക, ഇഷ്ടത്തിൽ വേണ്ട, അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേ. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ മുഖത്ത് ഒരു ക്രീം പോലും ഇടാൻ പറ്റാത്ത അവസ്ഥ, കണ്ണിന് ഒരു അലർജി കുറേ ഉണ്ടാവും. ഒരു 2 മാസമായിപ്പോൾ ഞാനത് ചേർന്നത്. നാട്ടിൽ പോയാലൊന്നും മര്യാദയ്ക്ക് ഡോക്ടർ കാണിച്ച്, ഇവിടെ ഡോക്ടർമാരില്ലഞ്ഞിട്ടല്ല, എനിക്കറിയില്ല, അന്നത്തെ പിന്നെ നേരമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അത് കാരണം അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ എല്ലാ ദിവസവും അടിച്ചു വാരുന്നതും തുടയ്ക്കുന്നതും ഒക്കെ ഞാൻ തന്നെ അടിച്ചു പോയി തുടച്ച് എനിക്ക് ബോറടിച്ച്. പിന്നെയാണ് ഇനിയിപ്പോൾ നിങ്ങളെ പോയി റീൽസിലൂടെ ഞാൻ ഇന്ന് ഇത്രയും തുടച്ച് പോയി വൃത്തിയാക്കി അവിടെ ആക്കി. പിന്നെ ഇന്ന് പൂക്കളിട്ടു. ഇവിടെ പൂക്കളിടാനുള്ള പറ്റുന്നില്ല, കാരണം ഇവിടുത്തെ കോറിഡോറിൻ്റെ ഫ്രണ്ടിൽ കൂടെ അത്ര സ്പേസ് ഉണ്ട്. അപ്പോൾ അതിപ്പോൾ പൂക്കളിട്ടിട്ട് എന്താ പറയുക, സന്തോഷിക്കാൻ മാത്രം ഒന്നുമില്ല. പൂവുണ്ട്, പക്ഷെ പൂക്കളിടാനുള്ള അത് ആ വഴി ആയതുകൊണ്ടേ ഈ വഴിയിലിട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് പറയുക, കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവരങ്ങോട്ട് ചാടി ഇവരിങ്ങോട്ട് ചാടി. പിന്നെ എൻ്റെ മക്കൾ കുറച്ച് നേരം കഴിഞ്ഞാൽ ആ പൂവൊക്കെ വാരി അതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ എറിഞ്ഞിടും. അത് ഞാനിങ്ങനെ അടിച്ചു വാരാൻ നിൽക്കണം. അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അതാണ് നല്ല അപ്പം എനിക്ക് തോന്നി അത് ഇടാം, ഒരു ദിവസത്തെ പൂക്കളിടാം തിരുവോണത്തിൻ്റെ അന്ന്. അത് ഞങ്ങളിപ്പോൾ അത് തന്നെയാണ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഡെയിലി 10 ദിവസം ഇടുന്നത് നമുക്ക് നാട്ടിലെ ചാണം മെഴുകിയിട്ട് പണ്ട് മണ്ണൊക്കെ കൂട്ടി വെച്ച് തേപ്പ് കലയൊക്കെ തേച്ച് നല്ല സൈഡൊക്കെ ഒതുക്കി മണ്ണിട്ട് അതിന് മുകളിൽ മുക്കുറ്റിയൊക്കെ വെച്ചിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറയുന്നത് ഈ കുട്ടികൾ ഞാനിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് വരുമ്പോഴും അതൊക്കെ വാരി മേപ്പെട്ട് എറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഞാനിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ആ കോറിഡോർ മൊത്തം ഈ പൂക്കളായിരിക്കും. പിന്നെ ഇവിടെ അല്ലെങ്കിൽ തന്നെ ഇവിടെ കൊച്ചമ്മമാർക്ക് ചൊറിച്ചിലാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇനിയിപ്പോൾ ഇതും കൂടി ചെയ്തിട്ട് ഇനിയിപ്പോൾ എനിക്ക് പണിയുണ്ടാക്കണ്ടല്ലോ, എന്തിനപ്പോൾ ഇത് വെറുതെ ഒരു ചൊറിയാൻ കുത്തിരിക്കുന്നത്. അപ്പം ഇഷ്ടമുള്ളവർ കാണുക, ഇഷ്ടമുള്ളവർ കാണണ്ട. പിന്നെ ഡാൻസ് കളിക്കാൻ ഡാൻസ് കളിക്കേണ്ട മൂടാണെങ്കിൽ ഡാൻസ് കളിക്കും, അല്ലെങ്കിൽ പാട്ട് പാടാൻ കഴിയുള്ള പാട്ട് പാടും. അതൊക്കെ ഓരോരുത്തരെ കണ്ടൻറ് ഉണ്ടാക്കുന്ന ഓരോരുത്തരും ഇഷ്ടമാണ്. എനിക്കിപ്പോൾ കണ്ടൻറ് ഉണ്ട് ഇതിന് തിരഞ്ഞു പിടിച്ചുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഓരോ വീഡിയോസും ഇഷ്ടമുള്ളവർ കാണുക, അത്രയും പിന്നെ പറയാനുള്ളൂ. അപ്പം നേരത്തെ വീടിൻ്റെ ബാക്കിയായിട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞ് പകുതിയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ ചന്ദനക്കുറി ഇടുന്ന ഒരു പതിവുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലില്ല, കാരണം എന്താണെന്നറിയോ, ഉള്ള പാക്കറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ അങ്ങനെ ചന്ദനം കൊടുക്കുന്നത് നമ്മുടെ എനിക്കങ്ങനെ അറിയില്ല, അതിനെല്ലാം ദേവീക്ഷേത്രമാണ് അടുത്തുള്ളത്. പിന്നെ മലയാളീസിൻ്റെ ഒരു അമ്പലമുണ്ട്, അയ്യപ്പൻ്റെ അമ്പലം, അവിടെ പോകുമ്പോഴാണ് ഇത്തിരിയും ചന്ദനം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഉണ്ടെങ്കിൽ രാവിലെ അങ്ങനെയുള്ള ചില വീഡിയോസ് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. രാവിലെ എനിക്ക് വരുന്നു, കുളിക്കുന്നു. ഞാൻ അതിൻ്റെ സീക്രട്ട് എനിക്കറിയില്ല കേട്ടോ. ഇവർ നടക്കുമ്പോൾ പുറകിൽ ഒരാൾ വീഡിയോസ് പിടിച്ച് നടക്കുന്നുണ്ടാക്കി, അതായിരിക്കും ചിലപ്പോൾ അതങ്ങനെ. അല്ലാണ്ട് ഇപ്പോൾ ഒരു ഫോൺ ഇവിടെ വെച്ചിട്ട് വയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലേ അറിയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും കാണില്ല. അപ്പം എനിക്കതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, കുറച്ച് എനിക്ക് അറിയില്ല, അറിയാത്തതിനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം വേറെ വേറെ പേഴ്സണൽ ആലോചിച്ചപ്പോൾ അവരെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഇച്ചിരി കൂടി ഭംഗിയൊക്കെ ആയിട്ട് ചേച്ചി ആഗ്രഹമുണ്ട്. പിന്നെ നമ്മൾ ഇതെന്തെങ്ങനെ ഫോണിങ്ങനെ മങ്ങിയ പോലെ, ഞാൻ മുന്നേ എൻ്റെ ഫോണ് കുറച്ച് കംപ്ലൈൻ്റ് ആണ്, അത് കാരണം കൊണ്ട് അത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അത് പറഞ്ഞു ഫോണ് പൊട്ടിയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ നന്നാക്കി അതിൻ്റെ ഒരുവിധം ഏകദേശം. ഇനി ആ കടയിൽ ആ കുട്ടി പറഞ്ഞേക്കണത് ചേച്ചി ഇനി ഫോൺ പൊട്ടിക്കഴിഞ്ഞാൽ നന്നാക്കാൻ പറ്റില്ല, കാരണം ഒരു 10 പ്രാവശ്യമല്ലേ നന്നാക്കി തന്നത്, അപ്പോൾ നന്നാക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞേക്കണത്. അപ്പം അതൊരു കാര്യം. അപ്പം ഞാനീ പറഞ്ഞു വന്ന കാര്യം വേറെ വിഷയത്തിലേക്ക് പോയപ്പോഴത്തേനും മറന്നുപോയി എന്നാണ് സത്യം പറഞ്ഞാൽ, വേറെ ഒന്നല്ല. അപ്പം കുറേ പേരുണ്ട്, ഞാൻ നമ്മൾ എല്ലാവരും വീഡിയോസ് കാണുന്ന ആൾക്കാരില്ലേ, അതിലില്ലേ കുറേ പാട്ട് സോങ്ങിൽ ഇങ്ങനെ അഭിനയിക്കുന്നത്, അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്, ചിലർ ധാവണി എടുത്ത് അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്, റീൽസ് പുറത്ത് പോയി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചിലരുടെ വിഷമങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. ചില വിഷമങ്ങൾ നമുക്ക് മനസ്സിൽ തട്ടും. ചിലപ്പോൾ ചില വീഡിയോസിൽ ഫണ്ണി ആയിട്ടുള്ള വീഡിയോസിൽ അച്ഛനും മകനും ഫണ്ണി ആയിട്ടുള്ള അവർക്ക് കണ്ടൻറ്റ്, പിന്നെ കണ്ടൻറ്റ് അങ്ങനെ ഫണ്ണി ആയിട്ടുള്ള അവരിക്കും. ചിലരെന്ത് ചില തമാശയായിട്ട് വീട്ടിൽ അത് തമാശ രൂപത്തിൽ കാണിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ കഴിവ്. എന്നെ സംബന്ധിച്ചിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എനിക്കൊരു നേരം പോക്കും, പിന്നെ
എല്ലാവരെ പോലെ ഒരു നമുക്കൊരു മനസ്സിന് സന്തോഷം അത് ഇങ്ങനെ കാണുമ്പോൾ. അപ്പം അതാണ് ഞാനും തുടങ്ങിയത്. അപ്പം എന്താ പറയുക, അതങ്ങനെയായിരുന്നില്ലേ, അതെന്താ അത്ര അതില്ലെന്ന് വെച്ചാണ് അങ്ങനെ കാണാൻ ഇഷ്ടമുള്ളത് ഒരു കാണണ്ട അത്ര തന്നെ. അതിപ്പോൾ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്കിപ്പോൾ എവിടെ ഇങ്ങോട്ട് പിടിച്ചപ്പോൾ കുറച്ച് ക്ലിയർ ഉണ്ടല്ലേ. എനിക്കിപ്പോൾ അത് എൻ്റെ വീഡിയോസ് കാണുമോ, എൻ്റെ വീഡിയോസിൽ ഭംഗിയായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, മേക്കപ്പ് ഇട്ടിട്ട് നിൽക്കുന്നു, എനിക്ക് അങ്ങനെയല്ല. അപ്പോൾ അത് ഓരോരുത്തരെ ഇതാണ്. പിന്നെ ഉണ്ട് ഹസ്ബൻഡൊക്കെ അല്ലെങ്കിൽ മക്കളൊക്കെ വലിയ കുട്ടികളാണെങ്കിൽ നമുക്ക് വീഡിയോസ് എടുത്ത് തരാൻ പറഞ്ഞാൽ അവരെടുത്ത് തരും. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പാട്ട് പാടുന്ന സീനൊക്കെ. എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു 5 വയസ്സായ കുട്ടിയും ഒരു 7 വയസ്സ് 6 വയസ്സ് കഴിഞ്ഞാൽ ഒരു മോനാണുള്ളത്. ഇവർ രണ്ടാളോട് ഇവരോട് വീഡിയോസ് എടുക്കാൻ പോകാൻ അമ്മ പോകുമ്പോൾ എനിക്ക് കളിക്കണം എന്ന് പറയും. അങ്ങനത്തെ മക്കളാണ്. പിന്നെ കെട്ടിയവൻ ഇപ്പം ഇന്ന് ഇവിടെ ഇല്ല. അപ്പം അതും എടുത്ത് ഞാനിപ്പോൾ എനിക്ക് ചാടണം എന്നുള്ളത്. പിന്നെ ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂടെ നമ്മുടെ വൈബിനനുസരിച്ചുള്ള ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ തുള്ളിന്നൊക്കെ വരും. അതല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇല്ല, ഇന്നിപ്പോൾ നിങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ചെറിയ പച്ചക്കറി ഇവിടെ ഉണ്ടായെന്നൊക്കെ കൂട്ടി ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി ഞാൻ ചോറുണ്ട വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഞാൻ അപ്പോഴത്തേക്കും അപ്പുറത്തെ ചേച്ചി വിളിച്ചപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് ഓടിപ്പോയി. അപ്പോൾ ഇവൻ വിളിച്ചു, അപ്പോൾ ഇങ്ങോട്ട് ഓടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇപ്പോൾ ഇത് ഇങ്ങനെ എടുത്തത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി കുറവും അതിൻ്റേതായ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എല്ലാവരും കണ്ടാൽ മതി. എനിക്കതിൽ ഒരു നിർബന്ധവുമില്ല. ഞാൻ ഇനിയിപ്പോൾ ഇത് എനിക്ക് സത്യങ്ങൾ കുറേ 2-3 എന്താ പറയുക യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന 2-3 സംശയങ്ങളൊക്കെ ഉണ്ട്. അതാണോ എങ്ങനെയാണെന്ന് ആരെങ്കിലും ഒന്ന് വന്നിട്ട് വേണമെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ. ഞാൻ കുറേയൊക്കെ ഞാൻ ടി വിയിൽ ഈ യൂട്യൂബ് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുമല്ലോ, അതൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് മനസ്സിലായില്ല. അത് ഞാൻ അതിനെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും വരുമ്പോൾ ചോദിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോസ് ഇടാൻ കാരണം ഈ പറഞ്ഞ മാതിരി ഒന്നുമല്ല, എന്നെ അറിയണ അവരൊക്കെ പറയുമ്പോൾ ഇത് വേറെ കണ്ടൻറ്റൊന്നും കണ്ടൻറ് ഇല്ല. കാരണം എന്താ വെച്ചാൽ എന്നും അടിച്ചു പോയി തുടങ്ങണ വീഡിയോസ് ഇട്ടാൽ വല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അല്ലെങ്കിൽ വല്ല ചെടി വെക്കണ ഇവിടെ ഞാൻ ചെടി വെക്കാൻ അതില്ല. പിന്നെ എനിക്കിവിടെ 10 ഏക്കർ സ്ഥലമോ അല്ലെങ്കിൽ 10 പശുക്കളോ ഉണ്ടെങ്കിൽ അവറ്റങ്ങളെ കുളിപ്പിക്കണതോ ചാണകം വാരണതോ എന്തെങ്കിലും. ഇതിപ്പോൾ അതുമില്ല. പിന്നെ ഈ മുറിക്കുള്ളിലുള്ള ഒരു വിഷ്വൽസ് മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പുറത്ത് പോകുമ്പോൾ ഞാൻ ഇവിടെ ബാംഗ്ലൂർ വന്ന് കണ്ടിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഇത് വീഡിയോസ് എടുക്കാനോ അങ്ങനെയുള്ളൊരു ബുദ്ധി ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. ഇവിടെ ബാംഗ്ലൂർ വന്നിട്ട് മൈസൂർ പോയിട്ടുണ്ട്, ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്, മൈസൂരിൽ തന്നെ. പിന്നെ പാലസ് കാണാൻ പോയിട്ടുണ്ട്. പിന്നെന്താ മൈസൂർ സൂ കാണാൻ പോയിട്ടുണ്ട്. പിന്നെന്താ അങ്ങനെ മൈസൂർ കുറച്ച് കറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ കാറിൽ പോകണ കാരണം കൊണ്ട് നമ്മൾ വീട്ടിൽ പോകുന്ന വഴിയിൽ മൂന്നാർ ഇങ്ങനെ പോണ വഴിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കാണും. അങ്ങനെ കുട്ടികൾക്കും പിന്നെ നമ്മൾ ചിലപ്പോൾ പാലക്കാട്, ബാംഗ്ലൂരിൽ നിന്ന് പാലക്കാട്, തമിഴ്നാട്, അങ്ങനെ പാലക്കാട് അങ്ങനെ ഒരു മെയിൻ റോഡിൽ കൂടെ അത് ഹൈവേ കട്ട് ചെയ്യും. അതെല്ലാം കുറച്ച് നല്ല മൂടൊക്കെ ആണെങ്കിൽ, കാരണം ഞാനും അദ്വിക്കും നന്നായി ഒമിറ്റ് ചെയ്യും. ഈ വളവൊക്കെ വരുമ്പോൾ കുറച്ചൊക്കെ പിടിച്ചിരിക്കും. വളവ് കൂടുതലാകുമ്പോൾ നമ്മൾ അപ്പോൾ കോഴിക്കോട് വഴി അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ കാട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ എന്താ പറയുക, അപ്പോൾ പിള്ളേർക്കും കാണാൻ ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ അപ്പോൾ കുറേ മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു ഫോണിൽ. സത്യം പറഞ്ഞാൽ അന്ന് എടുക്കാനും തോന്നിയില്ല. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്കൂൾ വെക്കേഷൻ എൻ്റെ ഹസ്ബൻഡിന് വയ്യാതായതിനു ശേഷം നമ്മളങ്ങനെ ടൂർ പോയിട്ടില്ല. കുറേ കാര്യങ്ങളൊന്നും ചെയ്യാൻ പുറത്തേക്ക് ഞങ്ങളപ്പോൾ ആ സമയത്തൊക്കെ ഈ പറഞ്ഞ മാതിരി ഞാൻ പിന്നെ ഇവിടെ പോയിട്ടുണ്ട്, ഉടുപ്പി പോയിട്ടുണ്ട്, മൂകാംബിക പോയിട്ടുണ്ട്, തിരുപ്പതി പോയിട്ടുണ്ട്. ഇതൊക്കെ ബാംഗ്ലൂർ വന്നതിന് ശേഷം ഞാൻ പോയിട്ടുള്ളതാണ്. പിന്നെ മുരുടേശ്വരം പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉടുപ്പിയിൽ തന്നെ മൂകാംബികയിൽ തന്നെ പോയിട്ട് നമ്മൾ
ശരിക്കും പറയാം ഞങ്ങൾ 4 പേരെ പോയിട്ട് തന്നെ നമ്മൾ പകുതി എന്താ പറയുക ആ ഹിൽസിൻ്റെ അവിടേക്ക് പോയപ്പോൾ അമ്പലത്തിൽ തൊഴുത് തന്നെ ഹിൽസിൻ്റെ ഇടയ്ക്ക് പോയി പകുതി ഞങ്ങൾ കയറിയപ്പോൾ ഇവരായിട്ട് കയറാൻ പറ്റണില്ല. കാരണം വെച്ചാൽ ഇവർ ഓടുകയാണ്. അപ്പോൾ ഇവർ ഒന്ന് സ്ലിപ്പായ താഴത്തേക്ക് പോയാൽ പിന്നെ തീർന്നു. അപ്പോൾ എനിക്കും പറഞ്ഞാൽ സേഫ് അല്ലാന്ന് തോന്നി. കാരണം നമ്മൾ വലിയവർ കയറണ പോലെ കുട്ടികളായിട്ട് കയറുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ പുള്ളി പറഞ്ഞു വേണ്ടാന്ന്. അപ്പോൾ ഞങ്ങൾ പകുതി ആ എന്താ സർവജ്ഞ പീഠത്തിൻ്റെ അവിടേക്ക് പോയി പകുതി എത്തിയിട്ട് അവിടേക്ക് എത്താറായപ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ഒരു കയറാൻ സ്ഥലം കണ്ടപ്പോൾ നമ്മൾ പകുതി ഇറങ്ങിപ്പോന്നു. അങ്ങനെയൊക്കെ നമ്മളെ ലൈഫിൽ കുറേ പിന്നെ ഇവരാണെങ്കിൽ നമ്മുടെ കൈ പിടിക്കുന്നില്ല, ഇവർ ഓടുകയാണ്. അപ്പോൾ താഴത്തെ വീട് പോയി കഴിഞ്ഞാൽ സർവജ്ഞ പീഠം എത്തൂല എന്നുള്ളേക്ക് നല്ല ഉറപ്പുണ്ട് ഇവരെ. പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ബാംഗ്ലൂർ സൂ ഉണ്ട്, എന്താ പേര് എനിക്കത്ര ഓർമ്മ കിട്ടണില്ല, അവിടെ പോയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പാർക്കുണ്ട്, നമ്മൾ കൊച്ചിയിലെ പാർക്ക് പോലെയൊന്നും അല്ല കേട്ടോ. ഇവിടുത്തെ പാർക്ക് വലിയ പാർക്കാണെങ്കിലും ഒന്നും മെയിൻ്റനൻസ് അല്ല. പിന്നെ ഇവിടുന്ന് ഹോർമാവിൽ നിന്ന് അങ്ങോട്ട് പാർക്കിലേക്ക് എന്താ പറയുക അവിടേക്ക് നല്ല ദൂരമുണ്ട്. അത് പോയി പിന്നെ അവിടെ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ നന്ദി ഹിൽസ് പോയിട്ടുണ്ട്. ഞാനിങ്ങനെ ഓർക്കുക ഏതൊക്കെ നന്ദി ഹിൽസ് പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് പോയിട്ടുണ്ട്. പിന്നെ അവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പൂജ ഉണ്ടായിരുന്നു. ഒരു ചോറ്റാനിക്കരയിൽ തിരുമേനിമാർ വന്നിട്ടുള്ളൊരു പൂജ ഉണ്ടായിരുന്നു. ആ പൂജയ്ക്ക് അവർ തിരുമേനിമാർ എന്നോട് പറഞ്ഞു പവിതെ, അപ്പം ഞാനാണ് അതിനെ ഏൽപ്പിച്ചത്. അപ്പോൾ അവരെന്നെ അടുത്ത് വിളിച്ചപ്പോൾ പവിതെ തുളസിയും വേണം, തെച്ചിയും തുളസിയും വേണം എന്ന് പറഞ്ഞു. ബാക്കിയുള്ള ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ പൂ കിട്ടും കേട്ടോ. പൂവിന് ബാംഗ്ലൂർ ഒരു പഞ്ഞുമില്ല. പക്ഷെ തെച്ചിയും തുളസിയും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു തെച്ചിപ്പൂ ഇപ്പോൾ ഇവിടുന്ന് കിട്ടാനെന്നുള്ളത്. ഇവിടെ തെച്ചിപ്പൂന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇഷ്ടംപോലെ വേറെ ജമന്തി മറ്റേത് ആ പൂ റോസാപ്പൂ പലതരത്തിലൊക്കെ സെയിലിന് കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവരുടെ കസിനോട് വിളിച്ച് പറഞ്ഞപ്പോൾ ആ കുട്ടി കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ഇത്ര കിലോ തെച്ചിപ്പൂ കൊടുന്നു. അപ്പോൾ ഇവരൊക്കെ ചോദിച്ചു എന്തിനാ തെച്ചിപ്പൂവ്, ഇവിടുത്തെ പൂക്കൾ മതിയില്ലേ പൂജ ചെയ്യാന്ന്. അപ്പം ഞാൻ പറഞ്ഞു അത് ഇവിടുത്തെ പൂക്കൾ ഇവിടുത്തെ ദൈവങ്ങൾ നിങ്ങൾ കുറേ ജമന്തിപ്പൂവൊക്കെ വാരിയിടുന്നത് ഉണ്ടായിരിക്കാം. പക്ഷേ കേരളത്തിലെ തിരുമേനിമാർ ജമന്തിപ്പൂവും മല്ലിപ്പൂവും വാരിയിട്ടത് ഞാൻ കണ്ടിട്ടില്ല. അവർ തെച്ചിയും തുളസിയൊക്കെ ഇട്ടുള്ള പൂജയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നിട്ട് ഞങ്ങൾ ഇതുപോലെ രാവിലെ ഞാനും ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് പോകാനാണ് കുറച്ചും കൂടി എളുപ്പം. ഇവിടെ നല്ല ദൂരമുണ്ട്. ഞങ്ങളൊരു 4 മണിക്ക് എണീറ്റ് പോയിട്ട് 5 മണിയാകുമ്പോൾ അവിടെ പോയിട്ട് ഞാൻ സത്യത്തിൽ വീഡിയോസ് എടുത്തില്ല. ഈ പൂക്കൾ കണ്ടിട്ട് ഞാൻ വണ്ടറടിച്ച് പോയി. കാരണം വെച്ചാൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പൂക്കളൊക്കെ കാണുന്നത്. ഇഷ്ടം പോലെ പൂക്കളെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ എന്നെയൊക്കെ മൂടിയിടാം അത്രയ്ക്ക്. പിന്നെ പൂക്കൾ മാത്രമല്ല കറുക, എന്താ പറയുക പ്ലാവിൻ്റെ ഇല, എരിക്കിൻ്റെ മാല, പിന്നെ പല തരത്തിലുള്ളത്. പിന്നെ തുളസി, എനിക്ക് തോന്നുന്നു തുളസി കച്ചവടം ചെയ്യായിരുന്നു ഇവിടുന്ന് കേരളത്തിലേക്ക് വെച്ചാൽ. തുളസിയുടെ മാലയ്ക്ക് 100 രൂപയുള്ളൂ ആ വലിയൊരു മാലയ്ക്ക് ഒരു ബണ്ടിലായിട്ട്. അപ്പോൾ നമ്മൾ കുറേ തുളസിയും വന്ന് കുറേ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അമ്പലം ഡെക്കറേറ്റ് ചെയ്യാൻ വാങ്ങിച്ചു കൊടുന്നു. എന്നിട്ടും ഞാൻ ഈ പൂവിൻ്റെ എൻ്റെ 2-3 ദിവസമൊക്കെ എൻ്റെ കണ്ണടച്ചാലൊക്കെ മൈൻഡിൽ എന്താണെന്നറിയോ, ഈ പൂ ഫ്ലവർ ഷോ കാണാൻ പോയ പിന്നെ ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ഇതാണ്. പിന്നെ ഞങ്ങൾ ഫ്ലവർ ഷോ കാണാൻ പോയിട്ടുണ്ട്. അതൊന്ന് കുറച്ച് ദൂരം, അതൊന്നും എനിക്ക് സ്ഥലങ്ങളുടെ പേരൊന്നും അറിയില്ല. പിന്നെന്താ കാണാൻ പോയിട്ടുള്ളത്, പിന്നെന്താ വെച്ചാൽ കൊറോണ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ ഉള്ളപ്പം കൊറോണ സമയത്ത് എന്താണെന്നറിയാം, നമ്മൾ മുല്ലപ്പൂ എല്ലാ പെണ്ണുങ്ങൾക്കും ഇഷ്ടമാണ്. അത് നമ്മുടെ കേരളത്തിൽ ഗുരുവായൂരൊക്കെ മുല്ലപ്പൂവിന് ഇപ്പോൾ ഈ സീസണിലത്തെ കാര്യത്താണ് പറയുന്നത്. ഗുരുവായൂർ ഈ സീസണിൽ ഗുരുവായൂർ പൂവിന് ഒരു മുഴത്തിന് 150-200 രൂപ വരെ വാങ്ങിച്ച വ്യക്തികളുണ്ട്. ഉണ്ടായിട്ട് കാരണം 360-400 കല്യാണമുള്ളപ്പോൾ മുല്ലപ്പൂവിനൊക്കെ നല്ല വിലയാണ്. അപ്പം അങ്ങനെ കണ്ടിട്ടുള്ള ഞാൻ കൊറോണ സമയത്ത് ഇവിടെ ഉള്ളപ്പോൾ 50 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പാത്രം നിറച്ച് കൂടും. കാരണം കൊറോണ സമയത്ത് ആരും പൂവൊന്നും അങ്ങനെ വാങ്ങിക്കില്ല, വില കുറവാണ്. ഇപ്പോഴും അങ്ങനെ ഇവിടെ വാരിയിട്ട് കൊടുക്കണ പോലെ. എനിക്ക് സത്യം പറഞ്ഞാൽ കെട്ടാനറിയില്ല, അത് പറ്റില്ല. എന്നിട്ട് ഇങ്ങനെ കോർത്തിട്ട് വെക്കും. പിന്നെ കുറേയൊക്കെ കെട്ടി പഠിച്ചു നോക്കി. എനിക്കറിയില്ല, ചോറ് വാരി തിന്ന പോലെയൊക്കെ തിന്നാൻ തോന്നി. അത്രയ്ക്കധികം ഉണ്ടായിരുന്നു പൂവിനെ. ഇങ്ങനെ കൈവണ്ടിയിൽ ഇങ്ങനെ ഒരു പൂവെന്ന് പറഞ്ഞ് വിളിച്ചു പോകുമ്പോൾ നമുക്ക് ഇഷ്ടത്തിന് വാങ്ങിക്കാം. ഞങ്ങൾ താമസം ആടിനഗറിലായിരുന്നു. അപ്പോൾ അതുണ്ടായിരുന്നു. അങ്ങനെ കുറേ പൂക്കൾ ഇവിടെ നല്ല പൂക്കൾ വെജിറ്റബിൾസൊക്കെ പലതരത്തിൽ കാണാം. കേരളത്തിലില്ലാത്ത പല കാര്യങ്ങളും. ഇപ്പോൾ കേരളത്തിൽ മീനാണ് കൂടുതലെങ്കിൽ ഇവിടെ പൂക്കൾ കൂടുതലാണ്, അത് വ്യത്യാസമുണ്ട്. അപ്പം
ഞാൻ അന്നൊന്നും നമുക്ക് വീഡിയോസ് കണ്ടൻറ് ഉണ്ടാക്കാൻ അന്ന് ഞാൻ പറഞ്ഞില്ലേ കണ്ടൻറ് ഉണ്ടാക്കാൻ ഒരു ദിവസം ക്ഷാമം ഉണ്ടായിരുന്നില്ല. ദിവസവും നമ്മൾ പുറത്ത് പോയത്. പിന്നെ ഇവർ കുഞ്ഞുങ്ങളായിരുന്നു, നമുക്ക് സ്കൂളിൽ പോക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവർക്ക് സ്കൂളിൽ പോകുന്ന ഒരു ദിവസം സ്കൂളിൽ പോയില്ലെങ്കിൽ നോട്ടുകൾ ഇഷ്ടം പോലെ എഴുതാനുണ്ട്. അപ്പം അത് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, നോട്ട് ബുക്ക് ഉണ്ട്, ട്യൂഷനുണ്ട്. അപ്പം നമ്മൾ ഇത്രയും ഫീസ് കൊടുത്തിട്ട് ഇവിടെ ഫീസ് കേട്ടാൽ ഞെട്ടും. അപ്പോൾ ആ ഫീസ് കൊടുത്ത് പഠിപ്പിക്കും. നമുക്ക് ഒരു ദിവസം പോലും ലീവ് എടുത്ത് വീട്ടിലിരുത്താൻ തോന്നുന്നില്ല, ടൂർ പോകാൻ തോന്നുന്നില്ല. അപ്പം ആ ടൂർ പോക്കില്ല. അപ്പം ആ സമയങ്ങളിൽ നമ്മൾ ഇഷ്ടം പോലെ ടൂർ പോകുമ്പോഴും നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസൊക്കെ പിടിക്കാനുണ്ടായിരുന്നു. അന്ന് കണ്ടൻറ് ഉണ്ടാക്കാൻ ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല. ഇന്ന് കണ്ടൻറ് ഉണ്ടാക്കാൻ സത്യത്തിൽ അപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയണതൊക്കെ കുറച്ച് ഇടാനൊക്കെ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നെ ചിക്പേട്ടൊക്കെ പോകുമ്പോൾ എടുക്കാമെന്ന്. ഞാൻ ചിക്പേട്ടിലൊക്കെ പോകുമ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പിന്നെ പോവാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോവാത്ത കാരണം അറിയില്ല, ഇല്ല ഉള്ളത് സത്യം. പിന്നെ ഞാനിപ്പോൾ അപ്പുറത്തെ ചേച്ചിയോട് പോകും. നമുക്കൊരു ദിവസം രാവിലെ ഫ്ലവർ മേടിക്കുന്ന കടയിൽ പോകണമെന്ന്, ആ മാർക്കറ്റിലൊക്കെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞാൽ പോകും. പക്ഷേ ഇവിടെ നിന്ന് നല്ല ദൂരമുണ്ട്. നമ്മളൊരു 3:30 4 മണിക്കൊക്കെ എണീറ്റ് പോകണം. എന്നാലും ഒരു 5-5:30 ആകുമ്പോൾ അവിടെ എത്തുള്ളൂ. നല്ല ദൂരമുണ്ട്. അത് 2 വീലറുമ്പോൾ പോകുമ്പോൾ നല്ല തണുപ്പുമായിരിക്കും. ഇനിയിപ്പോൾ അവിടെ നമ്മുടെ നാട്ടിൽ മഴയുള്ള പോലെ ഇവിടെ ഒരു വൃത്തികെട്ട കാറ്റുണ്ട്, നല്ല കാറ്റാണ്. ആ കാറ്റിന് നമുക്ക് ഇങ്ങനെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ആ സമയത്തൊക്കെ എണീറ്റ് പോകാൻ വെച്ചാൽ റിസ്ക്കാണ്. കുറച്ചും കൂടി നല്ല ദൂരമുള്ളത് കാരണം അതുകൊണ്ടാണ് കണ്ടൻറ് ഇല്ലാത്തത്. കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫ്ലാറ്റിലെ കാര്യം അങ്ങനെ പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുവന്നതല്ല. അതെനിക്ക് തോന്നി ശരിയെന്ന് തോന്നി ഞാൻ ചെയ്തു. കാരണം അത് ഇനി മേലാൽ ഇതുപോലെ ഓരോ ആൾക്കാരും ചെയ്യരുത്. ഒരു കുഞ്ഞുമക്കളോടും ചെയ്യരുത്. പിന്നെ ഈ എന്താ പറയുക, കുറേ ആൾക്കാരില്ലേ 2 വയസ്സായ കുട്ടികളെ പിടിച്ചുകൊണ്ടിട്ട് റേപ്പ് ചെയ്യണത്. എന്നിട്ട് നമ്മളിത് കാണുന്നില്ലേ? ഇതേപോലെ ഇപ്പോൾ കുട്ടികളെ ചേർത്ത് എൻ്റെ മോൻ്റെ അന്ന് അടിച്ചു. ആ കുട്ടിക്ക് വല്ല ചെവിയുടെ ഡയഫ്രം പൊട്ടി, അല്ലെങ്കിൽ ചെവി ഇവിടെ വേദനിച്ചു, അല്ലെങ്കിൽ ഇവിടെ വല്ല നീര് വന്നു. ഈ പറയണ കണ്ടൻറ് ഇല്ലാത്ത കണ്ടൻറ്റിനെ കുറിച്ച് പറയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അഭിപ്രായം പറയുന്ന ആൾക്കാർക്കൊന്നും നഷ്ടമല്ല, എനിക്കാണ് നഷ്ടം. കാരണം ദൈവം സഹായിച്ചിട്ട് എൻ്റെ 2 മക്കൾക്കും ഒരു വൈകല്യം ഇല്ലാണ്ട് തന്ന്. അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് എൻ്റെ കടമയാണ്. അത് നാട്ടുകാർക്ക് അടിച്ചു പൊട്ടിക്കാൻ ഞാൻ കൊടുക്കുമോ? അപ്പം അത് സ്വാഭാവികമായിട്ടും പറഞ്ഞു. അപ്പം അതുകൊണ്ട് എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമില്ലാത്തവരും കണ്ടാൽ ബോറടിക്കുന്നവരും വീഡിയോ കാണുന്നവർ നിർബന്ധമില്ല. ക്ലാരിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി ഉള്ള വീഡിയോസ് കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ എനിക്ക് ഈ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോയിട്ട് കുറച്ച് ലിപ്സ്റ്റിക്കും കുറച്ച് ഐ ഷാഡോ ഒക്കെ ഇട്ട് വന്നിട്ട് പിന്നെ എനിക്ക് പ്രമോഷൻ വീഡിയോ കിട്ടാനുള്ള വകുപ്പൊന്നും ആയിട്ടില്ല. ഞാൻ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ എനിക്ക് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഈ പ്രൊഡക്റ്റ് എനിക്ക് വന്നതാണ്, ഞാൻ ഇത്ര പാത്രം വാങ്ങിച്ചു, എനിക്ക് ഇത്ര ധരിച്ചു, ഒന്നും എനിക്ക് ഇപ്പം എൻ്റെ കണ്ടൻറ്റായിട്ട് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ ക്ഷമിക്കണം. കാരണം എന്ന് വെച്ചാൽ കണ്ടൻറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുത്തിപ്പിടിച്ചുണ്ടാക്കണമായിരുന്നില്ല. പിന്നെ അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പം ഇത് ഞാൻ ഇങ്ങനെ എന്താ പറയുക, എപ്പോഴേലും പുറത്ത് പോകുമ്പോഴൊക്കെ ഞാൻ പുറത്ത് പോകുന്ന വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. കുറേ ഞാനിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. കുറേ സ്ഥലങ്ങൾ കണ്ടില്ലേ, ആ കാണാത്ത സ്ഥലങ്ങളൊക്കെ ശരിക്കും പറയാൻ നല്ല രീതിയിൽ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് കുറേ വീഡിയോസ് എനിക്ക് തോന്നുന്നു ഞാൻ 5 കൊല്ലമായില്ലേ ഇവിടെ. 5 കൊല്ലത്തെ കണ്ട കാര്യങ്ങളൊക്കെ അറിയണം. നിറയെ 2000-3000 വീഡിയോസ് വന്നേനെ. അതിപ്പോഴാണ് അങ്ങനെ എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത്. അപ്പം അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും എല്ലാം തികഞ്ഞ് ലോകത്ത് ജീവിക്കാൻ പറ്റുമോ? അപ്പം ഇഷ്ടമുള്ളവർ കാണുക, ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക, കാണാതിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യണ്ട. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതും ആലോചിച്ചിട്ടിരിക്കുക. ഞാൻ എൻ്റെ ഇത് വന്നിട്ട് അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നാലും ആ കുട്ടി വന്നിട്ട് വേണമെന്ന് ചോദിക്കാൻ വെച്ചിട്ടിരിക്കുക. അവനെപ്പോഴും പഠിക്കാനൊക്കെ ഉണ്ടാവില്ല, ആ കുട്ടീനെ എന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വെച്ചിട്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർ കാണുക, ഇഷ്ടമുള്ളവർ കാണാൻ ഇഷ്ടമില്ലാത്തവർ കാണണ്ട. പിന്നെ മേക്കപ്പ് ഇട്ട വീഡിയോസ് മാത്രമേ കാണുന്നുള്ളവർ കാണണ്ട. എനിക്കൊന്നും നിർബന്ധമില്ല. ഓക്കെ, ബൈ.